ഒരു വശത്ത് നമ്മൾ ഈശോ മിശിഹായിലൂടെ കൈവന്ന രക്ഷയുടെ ഏകത്വം, അവിടുന്നാണ് ആകാശത്തിന്റെ കീഴിലെ ഏകരക്ഷകൻ എന്ന സത്യം മുറുകെ പിടിക്കുമ്പോൾ തന്നെ നമ്മുടെ സാഹോദര്യത്തെ അല്പം പോലും വിട്ടുവീഴ്ച ചെയ്യാതെ നമ്മൾ നിലനിർത്തുകയും വേണം. ഇത് രണ്ടും കൂടി ബാലൻസ് ചെയ്യിപ്പിക്കുന്ന വളരെ സുന്ദരമായ ഒരു മതാന്തര ദർശനമാണ് പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്കുള്ളത് എന്ന് നിങ്ങൾ തിരിച്ചറിയും. ഇതിന്റെ വെളിച്ചത്തിൽ നമുക്ക് ഈ തത്വങ്ങളുടെ വെളിച്ചത്തിലാണ് കത്തോലിക്ക സഭയുടെ മതസൗഹാർദ്ദ നിലപാടുകളെ നമ്മൾ വിലയിരുത്തുകയും മനസ്സിലാക്കുകയും ചെയ്യും. ഇവിടെ പ്രായോഗിക തലത്തിൽ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ സഹോദര നിർവിശേഷമായ സ്നേഹത്തോടെ വേണം മറ്റുള്ളവരെ, മറ്റ് മതവിശ്വാസികളെ നമ്മൾ പരിഗണിക്കാനും സ്നേഹിക്കാനും. ഇപ്പോഴ് സമുദായ ബോധം വളർത്താൻ എന്ന പേരില് വളരെ ശക്തമായ ഇതരമത വിദ്വേഷം പല കോണുകളിൽ നിന്നും ബലപ്പെട്ടു വരുന്നു. അത് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നുന്നു അത് ഗുണകരമാണല്ലോ, ഇങ്ങനെ ഒരു ബഹളത്തിനൊക്കെ പോയി നമ്മുടെ സമുദായം ശക്തിപ്പെടും, ബലപ്പെടും. പണ്ടത്തെ പോലെയല്ല, ഇപ്പൊ നമ്മളെ തെറി പറഞ്ഞ നമ്മള് ഒന്ന് പറഞ്ഞ 4 തെറി പറയാൻ നമുക്ക് ശക്തി ഉണ്ടായി എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, ആത്യന്തികമായി സുവിശേഷത്തിന്റെ ഏതെങ്കിലും ഒരു മൂല്യത്തെ ബലി കൊടുത്തുകൊണ്ട് നമുക്ക് തിരുസഭയെ വളർത്താനാകും. ഈശോ മിശിഹ നമ്മെ പഠിപ്പിച്ച ആദർശങ്ങളിലും ദർശനങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു തത്വം ബലി കൊടുത്തുകൊണ്ട് നമുക്കൊരിക്കലും ഒരു നാളും സഭയെ വളർത്താനാവില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയും. അതുകൊണ്ട് പഴയ ഒരു കുരിശുയുദ്ധത്തിന്റെ ആവേശത്തിലേക്ക് നമ്മുടെ സമുദായത്തിൽ ചിലരൊക്കെയും നീങ്ങുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയാണ്. അത് പ്രത്യക്ഷത്തിൽ ആവേശം ജനിപ്പിക്കുന്നതാണ്, സന്തോഷകരമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ട്, എനിക്കും തോന്നാറുണ്ട് ചിലപ്പോഴും. പക്ഷേ നമ്മൾ ശരിക്കും ആത്മശോധന ചെയ്യുമ്പോൾ, ഈശോയുടെ മുമ്പിൽ ഇരുന്ന് ശരിക്കും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു തരുന്നത് ഇതല്ല ശരിയായ വഴി. ശരിയായ വഴി എന്ന് പറയുന്നത് എൻ്റെ സുവിശേഷം. എൻ്റെ സുവിശേഷത്തിൽ വെള്ളം ചേർത്തുകൊണ്ട് നിങ്ങൾ എന്ത് സഭയെ വളർത്താൻ പോകുന്നു? അല്ലേ? ഇതര മതക്കാര് നമ്മളെ എതിർത്തവരോ, ഈ കത്തോലിക്ക സഭയ്ക്ക് എതിർപ്പ് എന്ന് പറയുന്ന പുത്തരിയല്ല. എന്നാണ് ഈ ശുദ്ധമാന സഭയെ ഈ ലോകം 2 കൈ നീട്ടി സ്വീകരിച്ചിട്ടുള്ളത്, ചുവപ്പ് പരവതാനി വിരിച്ചു തന്നിട്ടുള്ളത്? ഒരിക്കലും ഇല്ല എന്ന് നമുക്കറിയാവുന്നതാണ്. തിളച്ച എണ്ണയെ മുക്കിപ്പൊരിച്ച് ക്രിസ്ത്യാനികളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ച ചരിത്രമല്ലേ സഭയുടെ? പീഡാനുഭവങ്ങളുടെ വഴികളിലൂടെ, തീക്കനൽ വിരിച്ച വഴിയിലൂടെ പരിശുദ്ധ സഭ നടന്നു വന്നപ്പോഴും പീഡിപ്പിച്ചവരെ ആക്രമിക്കാനോ തെറിവിളിക്കാനോ അവരെ കഴുത്തുവെട്ടാനോ അവർക്കെതിരെ കേസ് നടത്താനോ ഒന്നും പോയ ചരിത്രമല്ല നമ്മുടേത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഈ സുവിശേഷം എന്ന് പറയുന്നതിൻ്റെ ആ ഒരു അബ്സല്യൂട്ട് പാസിഫിസം എന്ന് പറഞ്ഞാൽ സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെട്ടു. ഇത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യമാണ്. ആ ഒരു സത്യത്തെ നമ്മൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല എന്നാണ് എനിക്കിതിന്റെ പ്രായോഗിക തലത്തിൽ നമ്മളുടെ ഈ ദൈവശാസ്ത്രപരമായ 3 തത്വങ്ങളെ എങ്ങനെ പ്രായോഗിക തലത്തിൽ എത്തിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ, നമ്മളെ എതിർത്തു എന്ന കാരണത്താൽ ആ വ്യക്തി നമ്മുടെ ശത്രുവായി പരിഗണിക്കപ്പെടുകയും നമ്മൾ അയാളെ ഇല്ലായ്മ ചെയ്യാൻ പരിശ്രമിക്കുകയും സകലമാന അധിക്ഷേപങ്ങളും വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ, some or other way we are going away from the heart of the gospel. സുവിശേഷത്തിന്റെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ നീങ്ങിപ്പോവുക. അത് നമുക്ക് ഗുണം ചെയ്യല. പ്രത്യക്ഷത്തിൽ അത് ആവേശം തരും എങ്കിൽ പോലും അത് എന്തുകൊണ്ടാണ് ഈ കണ്ട കുരിശുയുദ്ധങ്ങളിലെല്ലാം ക്രൈസ്തവ സഭ തോറ്റുപോയത് എന്നതിനെ കുറിച്ച് പിന്നീട് സഭാപിതാക്കന്മാര് തന്നെ പഠനം നടത്തിയിട്ടുണ്ട്. അവർ കണ്ടെത്തിയൊരു സത്യമാണ്, ഈ യുദ്ധങ്ങൾ അത് സുവിശേഷത്തിന്റെ ആത്മാവല്ല. ഈ ഈശോ മിശിഹായ്ക്ക് ശക്തി ഇല്ലാഞ്ഞിട്ടല്ല ഈ കുരിശുയുദ്ധങ്ങളിൽ ഒരെണ്ണത്തിൽ കഷ്ടി ജയിച്ചതൊഴികെ ബാക്കിയെല്ലാം നമ്മൾ തോറ്റത് എന്തുകൊണ്ട് എന്ന് പിന്നീട് സഭാപിതാക്കന്മാര് അത് വിലയിരുത്തി പറയുന്ന എന്താന്ന് ചോദിച്ചാൽ, സുവിശേഷം യഥാർത്ഥത്തിൽ എന്താണ്? സ്നേഹത്തിന്റെ സന്ദേശം. ആ സ്നേഹം മറന്ന് നമ്മൾ സുവിശേഷത്തിന്റെ ശക്തിയെ അവിശ്വസിച്ചുകൊണ്ട് വാളിന്റെയും ഏറ്റുമുട്ടലിന്റെയും വഴിയെ സ്വീകരിച്ചപ്പോൾ നമ്മൾ പരാജയപ്പെട്ടുകൊണ്ടേയിരുന്നു.
ലെപ്പാന്തോ യുദ്ധത്തില് ഒരു മാർപ്പാപ്പ ദിവസങ്ങൾ മുട്ടയിൽ നിന്ന് കയ്യും വിരിച്ച് ജപമാല ചൊല്ലിയപ്പോൾ ആ ശക്തിയിൽ സഭയ്ക്ക് വിജയം കൊടുത്തു. കാരണം എന്താ? തിരുസഭയുടെ ശക്തി ആയുധ ബലമല്ല, ആൾബലമല്ല, പ്രതിരോധ സേനയുടെ കരുത്തല്ല, മറിച്ച് തിരുസഭയുടെ ശക്തി സുവിശേഷമാണ്, ഈശോമിശിഹായ. ആ ഒരു ദർശനം നമ്മൾക്ക് അടുത്ത കാലത്ത് ചില കോണുകളിലൊക്കെയും കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ്. അത് ഞങ്ങൾ മെത്രാന്മാരുടെ ഇടയിൽ കുറഞ്ഞു വരുന്ന സാഹചര്യമുണ്ട്, അച്ഛന്മാരുടെ ഇടയിലുണ്ട്, അൽമായ നേതാക്കളുടെ ഇടയിലുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു നമ്മൾ സുവിശേഷത്തിന്റെ ആ ഹൃദയത്തിലേക്ക് തിരിച്ചു നടക്കണം. നമ്മളെ എതിർത്തവരെ എല്ലാം ഏറ്റുമുട്ടി തോൽപ്പിച്ചുകൊണ്ട് നമുക്ക് സുവിശേഷം വിജയിപ്പിക്കാൻ പറ്റിയത്. സുവിശേഷം വിജയിക്കണമെങ്കിൽ നാം പീഡകളുടെ, വേദനകളുടെ, കഷ്ടതകളുടെ വഴിയിലൂടെ നടന്നു പോകേണ്ടതുണ്ട് എന്ന സത്യം നമ്മൾ വിസ്മരിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതേക്കുറിച്ച് പ്രായോഗികമായിട്ട് എനിക്ക് പറയാൻ